ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 വർഷത്തിലെ ജനുവരി മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 96 ജനുവരിയെ സംബന്ധിച്ചിടത്തോളം 2 ഡബ്ബിംഗ് ചിത്രങ്ങളും 2 റെഗുലർ ചിത്രങ്ങളും അടക്കം ആകെ 4 ചിത്രങ്ങൾ മാത്രമേ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നുള്ളൂ. സൂപ്പർ താര, രണ്ടാന്തര താരനിരകളുടെ ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്യാതിരുന്ന 96 ജനുവരി കാലം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമൊന്നും സൃഷ്ടിച്ചില്ല. ഇനി ഏതൊക്കെയാണ് 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളെന്ന് നോക്കാം. 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള ചിത്രം ഒരു ഡബ്ബിംഗ് ചിത്രമായിരുന്നു. ജനുവരി 4-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ചിരഞ്ജീവി നായകനായ തെലുങ്ക് ചിത്രത്തിന്റെ ഡബ്ബിംഗ് പതിപ്പായ സൂപ്പർ ഹീറോ SP പരശുരാം എന്ന ചിത്രമായിരുന്നു. 94 റിലീസ് ചെയ്ത എ ഹീറോ എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം അക്കാലത്ത് നിരവധി തെലുങ്ക് ചിത്രങ്ങളായിരുന്നു മലയാളം മൊഴിമാറ്റം ചെയ്ത് ഡബ്ബിംഗ് ആയി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം ചെയ്തിരുന്നത്. എന്നാൽ എ ഹീറോ നേടിയ വിജയം മറ്റൊരു ചിത്രങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോ SP പരശുരാമും സാമ്പത്തികമായി യാതൊരു ചലനം സൃഷ്ടിച്ചില്ല. ഈ ചിത്രം 93-ൽ സൂപ്പർ ഹിറ്റായ തമിഴ് ചിത്രമായ വാൾട്ടർ വെറ്റ്വേലിന്റെ റീമേക്ക് ആയിരുന്നു. ശ്രീദേവി നായികയായ ഈ ചിത്രത്തിൽ ഹരീഷ്, ദേവരാജ്, ശരത് സക്സേന, മഹേഷ് ആനന്ദ്, ബ്രഹ്മാനന്ദം തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. രവിരാജ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം MM കീരവാണിയായിരുന്നു നിർവഹിച്ചിരുന്നത്. 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജനുവരി 12-ന് തിയേറ്ററുകളിലെത്തിയ ലാളനം. സിദ്ദിഖ് നായകനായി എത്തിയ ഈ ഫാമിലി ഡ്രാമ ചിത്രത്തിന്റെ സംവിധാനം ചന്ദ്രശേഖരനായിരുന്നു നിർവഹിച്ചിരുന്നത്. വിനയപ്രസാദ് നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, ശാന്തി കൃഷ്ണ, MS തൃപ്പൂണിത്തറ, ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബേബി ശ്യാമിലിയായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തണ്ടു ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ലാളനം. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജനുവരി 18-ന് തിയേറ്ററുകളിലെത്തിയ കുടുംബ കോടതി. ഇന്നസെന്റിനെ നായകനാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപും തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. രുദ്രയും മോഹിനിയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ അശോകൻ, ഹരിശ്രീ അശോകൻ, കലാഭവൻ സൈനുദ്ദീൻ, ഇന്ദ്രൻസ്, ജഗതി ശ്രീകുമാർ, കൽപ്പന തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കോമഡിയുടെ മേമ്പൊടിയിൽ പൊതിഞ്ഞ കുടുംബചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം 96-ലെ ആദ്യത്തെ ജെനുവിൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമാണ്. ചിത്രം ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രവും ഒരു ഡബ്ബിംഗ് ചിത്രമായിരുന്നു. ജനുവരി 26-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ദ്രാവിഡം എന്ന ചിത്രമായിരുന്നു 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ അവസാനത്തെ മലയാള ചിത്രം. തെലുങ്ക് ചിത്രം മൊഴിമാറ്റം ചെയ്തെടുത്ത ഈ ചിത്രത്തിൽ ഭാനുചന്ദ്ര ആയിരുന്നു നായകൻ. പ്രിയാരാമനും ശ്വേതാ മേനോനും നായികമാരെ എത്തിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു ദ്രാവിഡം. ഭാനുചന്ദ്ര തന്നെ കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം നിർവഹിച്ച ഈ ചിത്രം പല്ലവി ഇന്റർനാഷണൽ ആയിരുന്നു കേരളത്തിൽ നിർമ്മാണം നിർവഹിച്ചത്. ദേശദ്രോഹുലു എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഡബ്ബിംഗ് ആയിരുന്നു ദ്രാവിഡം. ആകെ സമ്മറി നോക്കുമ്പോൾ 96 ജനുവരിയിൽ പുറത്തിറങ്ങിയ 4 ചിത്രങ്ങളിൽ ഒരു ചിത്രം മാത്രമേ സാമ്പത്തികമായി വിജയിച്ചുള്ളൂ. ബാക്കി 3 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 25% ആണ്. ഇതിൽ കുടുംബ കോടതി ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ബാക്കി 3 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. ഇത്രയുമാണ് 1996-ൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.